ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः। ॐ ब्रह्मणे मूर्तिमदे श्रीदानां शुद्धिहेदवे नारायण यतीन्द्राय तस्मै श्री गुरवे नमः। नमो भगवते नित्यशुद्धमुक्तमहात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। महनीयचरित्राय ममदारहितात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। शिशिरे कुर्वते शान्ते कटाक्षे शिष्यसञ्चयात् ब्रह्मविद्या कोविदाय तस्मै श्री गुरवे नमः। वादिनां वादिने वाचं यमानां मौनवाचिने सर्वलोकानुरूपाय तस्मै श्री गुरवे नमः। यस्य न कल्पते सिद्धये पादाम्बुजरजोलवः नारायण यतीन्द्राय तस्मै श्री गुरवे नमः। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्ति। 270 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള 170ാമത് ചതുർദിന സന്ദേശ ഘോഷയാത്രയാണ് ഈ ഗ്രാമവീഥിയെ അക്ഷരാർത്ഥത്തിൽ മഞ്ഞച്ചാത്തണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ജാതി വ്യത്യാസങ്ങളില്ലാതെ ഈശ്വരനും ജീവനും ഒന്നാണെന്നും നാനാവേദനകളിലും പുണ്യപുരാണ ഇതിഹാസങ്ങളും മനുഷ്യരെ പിന്നിക്കുവാനല്ലെന്ന് മാനവ ജനതയ്ക്ക് സന്ദേശം അരുൾ ചെയ്ത ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അറിവില്ലാത്ത അടിമ ജീവിതം നയിച്ചവരെ ജനമനസ്സുകളിൽ പുതിയ ശക്തി പകരുവാനും സംഘടിച്ച് ശക്തരാകുവാനും നല്ലൊരു സാധാരണീതിക്ക് വേണ്ടി വാദിക്കാൻ നല്ലൊരു മനുഷ്യലോകം സൃഷ്ടിക്കുവാൻ അവകാശബോധം ഉണ്ടാകുവാൻ ആത്മോപദേശവും വിവേകവും ഉണ്ടാകുവാൻ നമ്മെ ഉപദേശിച്ചു തന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ചതുർദിന സന്ദേശ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. सूर्याय तस्मै श्री गुरवे नमः।
ഒരു വർഷം 170. നാം ശരീരമല്ല അറിവാകുന്നു. പ്രധാന ദേവാലയം വിദ്യാലയമാകണമെന്ന മാനവ ജനതയ്ക്ക് അരുൾ ചെയ്ത ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരു വർഷം 170. ഏവർക്ക് 290 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള 170ാമത് ചതയദിന സന്ദേശ ഘോഷയാത്രയാണ് ഈ ഗ്രാമവീതിയെ അക്ഷരാർത്ഥത്തിൽ മഞ്ഞച്ചാത്തണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ജാതി വ്യത്യാസങ്ങളില്ലാതെ ഈശ്വരനും ജീവനും ഒന്നാണെന്നും നാനാവേദങ്ങളും പുണ്യപുരാണ ഇതിഹാസങ്ങളും മനുഷ്യരെ വിനയിക്കുവാനല്ലെന്ന് മാനവ ജനതയ്ക്ക് സന്ദേശം അരുൾ ചെയ്ത ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അറിവില്ലാത്ത അടിമ ജീവിതം നയിച്ചവരെ ജനമനസ്സുകളിൽ പുതിയ ശക്തി പകരുവാൻ സംഘടിത ശക്തരാകുവാനും നല്ലൊരു സാമൂഹ്യനീതിക്ക് വേണ്ടി വാദിക്കാൻ നല്ലൊരു മനുഷ്യലോകം സൃഷ്ടിക്കുവാൻ അവകാശബോധം ഉണ്ടാകുവാൻ ആത്മോപദേശവും വിവേകവും ഉണ്ടാകുവാൻ നമ്മെ ഉപദേശിച്ചു തന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ചതയദിന സന്ദേശ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്.